ദൈവമേ, അങ്ങയുടെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരുമാകുന്നു. സങ്കീർത്തനങ്ങൾ 119:17 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭക്തന് വിരോധമായി പ്രഭുക്കന്മാർ ഇരുന്ന് കൗൺസിൽ കൂടുക, അവരൊന്നിച്ചിരുന്ന് ഇയാളെ കുറ്റം പറയുക. ഈ മനുഷ്യനോ പ്രമാണങ്ങളെ ധ്യാനിക്കുന്നു. മറ്റുള്ളവർ നമുക്ക് വിരോധമായി സംസാരിക്കുന്നു എന്നറിയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മേലുദ്യോഗസ്ഥരോ ബന്ധുക്കളോ അടുത്ത് ഇടപഴകുന്നവരോ നമുക്ക് വിരോധമായി സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം തോന്നും. പക്ഷേ ഈ മനുഷ്യൻ, ഈ സങ്കീർത്തനക്കാരൻ അത് കാര്യമാക്കാതെ വചനത്തിലേക്ക് അങ്ങ് തിരിഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? വചന വെളിപ്പാട് പുറത്തു വന്നു, സാക്ഷ്യങ്ങൾ കിട്ടി. അവിടെ എഴുതിയിരിക്കുന്നു, സാക്ഷ്യങ്ങൾ പ്രമോദമായി ആലോചനക്കാരായി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കുറ്റം പറയുന്നു. വചനത്തിലേക്ക് തിരിഞ്ഞപ്പോൾ വചനം അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി, വചനം എൻകറേജ് ചെയ്യാൻ തുടങ്ങി, വചനം സന്തോഷം തരാൻ തുടങ്ങി. നീ ആരാണ്? നീ എനിക്കാരാണ്? നീ ദൈവത്തിൻ്റെ ആരാണ്? നീ സഭയുടെ ആരാണ്? നീ ലോകത്തിന് എന്താണ്? ഇങ്ങനെയുള്ള പോസിറ്റീവ് എനർജി വചനം ഈ മനുഷ്യന് കൊടുക്കാൻ തുടങ്ങി. സന്തോഷം കിട്ടി. 2, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ആലോചനയും കിട്ടി. നമുക്ക് ജീവിക്കാനുള്ള എനർജി, ഒരു സന്തോഷം, മനസ്സിൻ്റെ ബലം വചനത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കണം. ഒരു കവി, ഒരു ഇംഗ്ലീഷ് കവി പറഞ്ഞത്, ഒരാൾ എന്നെ ഒന്ന് പ്രശംസിച്ചാൽ, ഒരു പോസിറ്റീവ് എനർജി കിട്ടിയാൽ അടുത്ത 1 മാസം എനിക്കത് മതിയെന്നാണ് പറഞ്ഞത്. നോക്കിക്കേ, നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും അത് തരാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്.